നമസ്കാരം. രാജ്യത്തെ വിവിധ ബാങ്കുകളിലായി അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് 67,004 കോടി രൂപ. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി രാജ്യസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലുമായിട്ടുള്ള ഈ വലിയ തുക 10 വർഷത്തിലേറെയായി നിർജീവമായ സേവിങ്സ് കറന്റ് അക്കൗണ്ടുകളിലെ നിക്ഷേപങ്ങളും കാലാവധി പൂർത്തിയായിട്ടും അവകാശികളെത്താത്ത സ്ഥിര നിക്ഷേപങ്ങളും ഉൾപ്പെടുന്നതാണ്. ഈ അവകാശികളില്ലാത്ത തുകയുടെ ഭൂരിഭാഗവും പൊതുമേഖലാ ബാങ്കുകളിലാണ്. മൊത്തം 58,331 കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നത്. സ്വകാര്യ ബാങ്കുകളിൽ 8,673 കോടി രൂപ ഇത്തരത്തിൽ അവകാശികളെ കാത്തുകിടക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ശ്രദ്ധേയമായൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. ബാങ്കുകൾ തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അവകാശികളില്ലാത്ത തുകയുള്ളത്. 19,330 കോടി രൂപ വരും ഇത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 6,911 കോടി, കാനറ ബാങ്കിൽ 6,278 കോടി രൂപയും കെട്ടിക്കിടക്കുന്നു. സ്വകാര്യ ബാങ്കുകളിൽ ICICI ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ, 2,063 കോടി രൂപ, HDFCയിൽ 1,610 കോടി, ആക്സിസ് ബാങ്കിൽ 1,360 കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ. അവകാശികളില്ലാത്ത ഈ പണം യഥാർത്ഥ ഉടമകളിലേക്ക് തിരികെ എത്തിക്കുന്നതിനായി റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ വിപുലമായ പ്രചാരണ പരിപാടികളും സർക്കാർ നടത്തുന്നുണ്ട്. ഈ ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 3 വർഷത്തിനിടെ പൊതുമേഖലാ ബാങ്കുകൾ 9,456 കോടി രൂപയും സ്വകാര്യ ബാങ്കുകൾ 841 കോടി രൂപയും ഉടമസ്ഥർക്ക് തിരികെ നൽകി. ഇത്തരം നിക്ഷേപങ്ങൾ കണ്ടെത്താനും അവകാശികളിലേക്ക് എത്തിക്കാനും സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പണം കണ്ടെത്താൻ സഹായിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ UDGM എന്ന പേരിൽ ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. UDGM പോർട്ടൽ വഴി അവകാശികളില്ലാത്ത അക്കൗണ്ടുകൾ തിരയാൻ സാധിക്കും. പേര്, മൊബൈൽ നമ്പർ, ജനന തീയതി എന്നിവ ഉപയോഗിച്ച് തിരയാം. ഈ വിവരങ്ങളെല്ലാം പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ പണം തിരികെ അവകാശപ്പെടാം. 10 വർഷമായി പ്രവർത്തനരഹിതമായ ഏതൊരു ബാങ്ക് അക്കൗണ്ടും നിക്ഷേപവും അവകാശികളില്ലാത്ത പണമായി കണക്കാക്കും. ഇതിൽ സേവിങ്സ് അക്കൗണ്ടുകൾ, കറന്റ് അക്കൗണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. കാലാവധി പൂർത്തിയായിട്ടും കൈപ്പറ്റാത്ത നിക്ഷേപങ്ങളും ഇതിൽ ഉൾപ്പെടും. 10 വർഷത്തിന് ശേഷം ഈ പണം റിസർവ് ബാങ്കിന്റെ DEA ഫണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ബാങ്ക് നിക്ഷേപങ്ങൾ റിസർവ് ബാങ്കിന്റെ നിക്ഷേപ വിദ്യാഭ്യാസ ബോധവൽക്കരണ ഫണ്ടിലേക്കാണ് മാറ്റാറുള്ളത്. എന്നിരിക്കലും യഥാർത്ഥ ഉടമയ്ക്കോ നിയമപരമായ അനന്തരാവകാശികൾക്കോ അതേ ബാങ്കിൽ പോയി മുഴുവൻ തുകയും ഇപ്പോഴും ക്ലെയിം ചെയ്യാവുന്നതാണ്. ബാങ്ക് പണത്തിന് ബാധകമായ പലിശ സഹിതം തിരികെ നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. പിന്നീട് റിസർവ് ബാങ്ക് ഫണ്ടിൽ നിന്ന് ഈ തുക ബാങ്കിന് തിരിച്ചെടുക്കാനും സാധിക്കും. ഇത്തരം ക്ലെയിമുകൾക്ക് സമയപരിധിയില്ല. അതേസമയം ഈ വർഷം ഒക്ടോബറിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം അവകാശികളെ കാത്ത് കേരളത്തിലെ വിവിധ ബാങ്കുകളിലായി കിടക്കുന്നത് 2,133.72 കോടി രൂപയാണ്. ദേശസാൽകൃത ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമായിട്ടുള്ള 9,18,027 അക്കൗണ്ടുകളിലാണ് നിക്ഷേപം. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തുക, 307.69 കോടി രൂപ. തിരുവനന്തപുരമാണ് തൊട്ടുപിന്നിൽ, 266.30 കോടി രൂപ. തൃശൂർ 241.27 കോടി രൂപ എന്നിങ്ങനെയാണ് കണക്കുകൾ.